ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ സഹമന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗമാണ്. ഇന്ത്യയിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല, ഇത് ഇങ്ങനൊരു ഭീഷണിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ പല സെക്ടറുകളിലും ബാധിച്ചിട്ടുണ്ട്. അതായത് ഇവിടുന്ന് കടന്നുപോയ ചെമ്മീനാണെങ്കിലും മറ്റുള്ള സാധനമെല്ലാം അമേരിക്കയിൽ അടുത്ത സെപ്റ്റംബർ 17 മുമ്പ് അവിടെ എത്തിയില്ല എങ്കിൽ ഈ സാധനം അമേരിക്കയിൽ എടുക്കത്തില്ല. കാരണം 50% ടാരിഫാവും. ഇത് പിന്നെ കടലിൽ മുക്കണോ അവിടെ മുക്കണോ എന്നുള്ളതൊക്കെ അടുത്ത വരാൻ പോകുന്ന തീരുമാനമാണ്. ശരിക്കും ബാധിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന പല ആൾക്കാരും ഈ പല സെക്ടറിൽ ജോലി ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെയാണ് ചെമ്മീനും ഈ പറയുന്ന തിരുപ്പൂരിലും അവിടെയൊക്കെ ഗാർമെൻറ്റ് എക്സ്പോർട്ടൊക്കെ നടത്തുന്നവരുണ്ട്. പേടിച്ചിരിക്കും അവർ. ഇത്രയും ജോലിക്കാരെ കൊണ്ട് അവരെന്ത് ചെയ്യും? ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ പറയാം. അതേപോലെ തന്നെ കാൺപൂരിൽ എനിക്കറിയാവുന്ന ഈ കാൺപൂരിലും ആഗ്രയിലുമൊക്കെ ലെതർ എക്സ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇവരുടെയൊക്കെ മാർക്കറ്റ് അമേരിക്ക. അവരും ഭയന്നിരിക്കും. ഇതാണ് സ്ഥിതി. ഇതിനകത്ത് ചലഞ്ചല്ല ഇവിടുത്തെ ആവശ്യം. ഇത് സംസാരിച്ച് ഒത്തുതീർപ്പിലാക്കി കൊണ്ടുപോകണം. അമേരിക്കയും ചൈനയും ഒന്നും ചലഞ്ച് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റത്തില്ല. ഇപ്പോഴും സമയമെടുക്കും. അതാണ് ഞാൻ പറയുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്നൊരു കാറ്, ആ കാറിൻ്റെ 2 ഭാഗത്തെ ടയറിൻ്റെ കാറ്റ് ഉരുവിട്ട് കഴിഞ്ഞാൽ എങ്ങനെ പോകും? ആ രീതിയിലാണ് ഇപ്പോഴും ഇന്ത്യൻ എക്കോണമി. മുന്നോട്ട് പോകാൻ പാടാ. ഇതാണ് ഞാൻ പറയുന്നത്. കൺട്രോളിങ് പവർ ആരുടെ കയ്യിലാണ്? അവനാണ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോഴൊന്നും ഇന്ത്യക്ക് ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ചലഞ്ച് ചെയ്യാൻ സമയമുണ്ടാകും.